മാമു തൊണ്ടിക്കോട് എന്ന മാമുക്കോയ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മാലൈക്കും അസ്ലാം എന്ന് പറയണം. പിന്നെ വേണമെങ്കിൽ ഗഫൂർ കദോസ് എന്നും കൂടി പറഞ്ഞു. രക്ഷപ്പെട്ടു അല്ലാ. നാടോടിക്കാറ്റിൽ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ദുബായിലേക്ക് ഉരുവിൽ കയറ്റിവിടുന്ന മാമുക്കോയുടെ ഡയലോഗാണിത്. മൂപ്പൻ ചോദിച്ചു, മരം അളക്കലാണോ നാടകം കളിക്കലാണോ നിനക്ക് വേണ്ടത്? നാടകമില്ലാതെ തനിക്ക് ജീവിതമില്ലെന്ന് മാമുക്കോയ പറഞ്ഞു. അതോടെ പണി പോയി. പക്ഷെ KT മുഹമ്മദിന്റെ നാടകങ്ങളിലൂടെ മാമു വളർന്നു. അന്യരുടെ ഭൂമി എന്ന സിനിമയിലൂടെ സിനിമാ ലോകത്ത് അരങ്ങേറി. നാടോടിക്കാറ്റ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലെ ചിരിയുടെ അമരക്കാരനായി. KT മുഹമ്മദിന്റെ നാടകങ്ങളിലൂടെ വിവാഹ ദല്ലാളായും മൊല്ലാക്കയായും ഹാജിയാരായും കുത്തിത്തിരിപ്പുകാരനുമായൊക്കെ കോഴിക്കോടൻ ഭാഷ ഉപയോഗിച്ച് മാമുക്കോയ അരങ്ങ് തകർത്തു. അന്നത്തെ മാമു തൊണ്ടിക്കോടിന്റെ നാടകങ്ങൾ കാണാൻ തീക്കോടിയനും SK പൊറ്റക്കാടും ഉറൂബും MT വാസുദേവൻ നായരുമൊക്കെ എത്തിയിരുന്നു. നെല്ലിക്കോട് ഭാസ്കരൻ, കുതിരവട്ടം പപ്പു, KP ഉമ്മർ എന്നിവരുമായെല്ലാം മാമുക്കോയ അടുത്തതും നാടകം കളിയിലൂടെയായിരുന്നു. 1977 അന്യരുടെ ഭൂമി എന്ന സിനിമയായിരുന്നു മാമുക്കോയയുടെ ആദ്യ സിനിമ. കുഞ്ഞാണ്ടി, നിലമ്പൂർ ആയിഷ എന്നിവരായിരുന്നു സഹനടീനടന്മാർ. തുടർന്ന് അഭിനയിച്ച സിനിമ സുറുമയിട്ട കണ്ണുകളായിരുന്നു. ഈ സിനിമയിലേക്ക് മാമുക്കോയെ ശുപാർശ ചെയ്തത് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു. ഒരു നാടകത്തിന് അന്ന് പ്രതിഫലം 15 രൂപയാണ്. സുറുമയിട്ട കണ്ണുകൾ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് മാമുക്കോയയ്ക്ക് 500 രൂപ കിട്ടി. സിബി മലയിലും ശ്രീനിവാസനും ചേർന്നൊരുക്കിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന സിനിമയിലെ അറബി മാഷാണ് മാമുക്കോയയ്ക്ക് വഴിത്തിരിവായത്. പെരുമഴക്കാലം, കയ്യൊപ്പ് എന്നീ സിനിമകളിലൂടെ മാമുക്കോയ എന്ന നടൻ അവതരിപ്പിച്ചത് ഹാസ്യത്തിന്റെ മറ്റൊരു തലമായിരുന്നു. ഇതിനൊക്കെ അടിസ്ഥാനമായത് അരങ്ങുകളിൽ നിന്നു കിട്ടിയ അനുഭവങ്ങളുടെ കരുത്തും പ്രോത്സാഹനവുമായിരുന്നുവെന്ന് 70 വയസ്സുകൾ പിന്നിട്ട മാമുക്കോയ എന്ന അതുല്യ നടൻ വിലയിരുത്തുന്നു. ദിവസവും വരുന്ന ഗോസിപ്പുകൾക്കും എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.